പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിലിരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കടബാധ്യതകളെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, കടങ്ങൾ ഓരോന്നായി തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരയണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് ഓരോരുത്തർക്കും നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് നേരെ അടഞ്ഞുപോയ അനുഗ്രഹത്തിൻ്റെ വാതിൽ അമ്മയൊന്ന് തുറക്കണമേ. ഞങ്ങളെ പാപമില്ലാത്തവരാക്കി മാറ്റണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ മുൻപിൽ ഭയഭക്തിയോടെ ഞങ്ങൾ കൈകൂപ്പുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ പാപങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥനയുടെ വേളയിൽ ആ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരിലേക്ക് അനുഗ്രഹം ചൊരിയണമേ. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന അമ്മ കേൾക്കണമേ. ആ കുഞ്ഞുങ്ങൾക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ കൂടെയിരിക്കണമേ. സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ മക്കൾക്ക് കാവൽ നിൽക്കണമേ. ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അമ്മ അനുവദിക്കരുതേ. ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ. അവർക്ക് കാവൽ നിൽക്കണമേ. അമ്മേ മാതാവേ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും ഞങ്ങളുടെ മക്കൾക്ക് അമ്മ കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഒരു അന്ധകാര ശക്തി പോലും ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ അമ്മ അനുവദിക്കരുതേ. ഞങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ഒന്ന് തളിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രാജ്യത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കാവലായിരിക്കണമേ, കരുതലായിരിക്കണമേ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാവർക്കും അമ്മ കാവൽ നിൽക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, വർഷങ്ങളായിട്ടുണ്ടാകുന്ന തലവേദന മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. അവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, തൈറോയിഡ് മൂലം ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മ അവരെ വിടുവിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൊളസ്ട്രോൾ മൂലം ഭാരപ്പെടുന്നവർ, ഹൃദയ സംബന്ധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, നിരവധിയായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തല മുതൽ ഉള്ളം കാല് വരെയും അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ.
ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകുവാനായി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന പോലെ നല്ലൊരു തൊഴിൽ സ്ഥാനത്തെത്തുവാൻ അമ്മ അവരെ യോഗ്യരാക്കണമേ. അവരുടെ യാത്രാമധ്യത്തിൽ അമ്മ അവരോടൊപ്പം ഇരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അമ്മയുടെ കരത്തിൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. അവർക്ക് കാവലായി, കരുതലായി, സംരക്ഷകയായി അമ്മ കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, മക്കളായി, മരുമക്കളായി, സഹോദരങ്ങളായി, കൊച്ചുമക്കളായി എപ്പോഴും അമ്മ അവരോടൊപ്പം ഇരിക്കണമേ. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിപ്പാൻ അമ്മ അവരെ വിട്ടുകൊടുക്കരുതേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ അമ്മേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ ഹൃദയവേദനകൾ കാണണമേ. അവരുടെ ആവശ്യങ്ങൾ അറിയണമേ. അമ്മേ മാതാവേ, കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരുണ്ട്. ലോണിന് അപേക്ഷിച്ചിട്ട് ലോൺ ലഭിക്കാത്തവരുണ്ട്. ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാത്തവരുണ്ട്. ബിസിനസ് തകർന്നു പോയവരുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്തവരുണ്ട്. പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയവേദനകൾ കണ്ട്, ദുഃഖങ്ങൾ കണ്ട്, ആവശ്യം അറിഞ്ഞ് അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് യോഗ്യരാക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ കൈവിടരുതേ. ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.